ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരുപാട് നാളുകളായിട്ട് നമ്മളോട് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യവുമാണ്. ഇതിനു മുന്നേ നമ്മളിട്ടൊരു വീഡിയോയിൽ നമ്മൾ ആ ഒരു കാര്യം നടക്കാനായിട്ട് സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. മറ്റൊന്നും ബിഗ് ബോസ് മലയാളം സീസൺ 7 ഹോസ്റ്റ് ചെയ്യാൻ വരുന്നത് ഈ പ്രാവശ്യവും ലാലേട്ടൻ തന്നെയാണ്. യാതൊരു മാറ്റവും ഇല്ല എന്നുള്ള കേസ് ഇപ്പൊ കൺഫേം ആയിട്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇതിന് മുന്നിട്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാലേട്ടൻ കുറച്ചധികം മൂവി ഇപ്പൊ കമ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ലാലേട്ടൻ ഈ ഒരു സീസൺ ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല, ഏകദേശം മറ്റൊരു ഹോസ്റ്റിലേക്ക് മാറി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ബിഗ് ബോസ് നിൽക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് നമുക്ക് കൺഫേം ആയിട്ട് കിട്ടുന്ന ഒരു അറിയിപ്പ് തന്നെയാണ്, ലാലേട്ടൻ തന്നെയാണ് ഈ ഒരു ഷോ ഹോസ്റ്റ് ചെയ്യാനായിട്ട് എത്തുന്നത്. ഈ ഒരു സീസണിലും യാതൊരു മാറ്റങ്ങളും ഇല്ല. ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മുടെ ജിയോ സിനിമയും ഹോട്ട്സ്റ്റാറും തമ്മിലുള്ള കൂടിച്ചേരലിനോടനുബന്ധിച്ചുകൊണ്ട് ഒരുപാടധികം മാറ്റങ്ങളായിട്ടാണ് ഈ പ്രാവശ്യം വരുന്നത്. പഴയ എക്സ് കണ്ടസ്റ്റൻസിനെയൊക്കെ ഈ ഒരു സീസണിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1, 2, 3, 4 കോമണേഴ്സ് ഒക്കെ ഒരു സീസണിൽ പങ്കെടുത്താലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന വ്യക്തികൾക്ക് അധികം സാധ്യതകൾ ഇല്ലാത്തൊരു സീസണാണിത്. എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഏറെ സന്തോഷപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ലാലേട്ടൻ തന്നെയാണ് ഈ ഒരു ഷോ ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഈ പ്രാവശ്യവും വരുന്നത് എന്ന് നമ്മളിപ്പോൾ ഏകദേശം കൺഫേം ആയിട്ട് അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സീസണെ ബന്ധപ്പെട്ടുകൊണ്ട് ലാലേട്ടൻ എഗ്രിമെന്റ് സൈൻ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ലാലേട്ടൻ ഈ ഒരു സീസണിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടില്ല. പക്ഷേ ഏകദേശം ലാലേട്ടൻ തന്നെയാണ് ഈ ഒരു ഷോ ഹോസ്റ്റ് ചെയ്യാൻ വരുന്നത്. ലാലേട്ടൻ അപ്രോച്ച് ചെയ്ത സമയത്ത് ഈ ഒരു സീസണും കൂടി ഏറ്റെടുത്ത് ഹോസ്റ്റ് ചെയ്യാനായിട്ട് ലാലേട്ടന് സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അധികം വൈകാതെ തന്നെ ഇപ്പൊ നമ്മൾ സീസൺ പ്രതീക്ഷിക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലേക്കാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിന് മുന്നായിട്ട് തന്നെ ലാലേട്ടൻ ഈ ഒരു സീസണിന്റെ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു സീസണിലേക്ക് വരുന്ന സമയത്ത് ലാലേട്ടൻ ഓൺലൈനായിട്ട് കുറച്ചധികം എപ്പിസോഡുകൾ ഹോസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാരണം പല മൂവീസും കാര്യങ്ങളൊക്കെ ലാലേട്ടൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല നാടുകളിലേക്കും ലാലേട്ടനെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വീക്കെൻഡ് എപ്പിസോഡുകളും ലാലേട്ടൻ ഈ ഒരു സെറ്റിൽ വന്ന് തന്നെ അപ്രോച്ച് ചെയ്യുമെന്നുള്ള കാര്യം നമുക്കറിയില്ല. തീർച്ചയായിട്ടും ലാലേട്ടൻ തന്നെയാണ് ആങ്കർ എന്നുള്ള കാര്യം ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. പക്ഷേ ലാലേട്ടൻ ഓൺലൈനായിട്ടും പല എപ്പിസോഡുകളും ഹോസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞൊരു കാര്യമാണ്, ഇത് നമുക്ക് കൺഫേം ആയിട്ട് കിട്ടിയൊരു അപ്ഡേറ്റ് ഒന്നുമല്ല. എന്തൊക്കെയാണെങ്കിലും പല ഓൺലൈൻ മീഡിയാസും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബിഗ് ബോസ് മലയാളം സ്വന്തമായിട്ടൊരു സെറ്റ് വാങ്ങി, ഒരുപാട് കോടികൾ മുടക്കി സെറ്റ് വാങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പോസ്റ്റുകളും വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു. നമുക്ക് കൺഫേം ആയിട്ട് അറിയാൻ പറ്റിയിട്ടില്ല ഇതുവരെ. എന്തൊക്കെയാണെങ്കിലും സെറ്റ് സ്വന്തമായിട്ട് ബിഗ് ബോസ് മലയാളം വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെന്നൈയിലാണ് ആ ഒരു സെറ്റ് വാങ്ങിയിരിക്കുന്നത് എന്നുള്ള പല ന്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് കൺഫേം ആവുന്ന സമയത്ത് ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രതീക്ഷിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. ലാലേട്ടൻ തന്നെയാണ് ഈ ഒരു ഷോ ഈ വർഷവും ഹോസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നതെന്ന് നമുക്കറിയാം. ബിഗ് ബോസിന്റെ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടനെ കാണാൻ വേണ്ടി മാത്രം ഷോ കാണുന്ന പല വ്യക്തികളും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ വീക്കെൻഡ് എപ്പിസോഡുകളിലെയും TRP റേറ്റിംഗ് നല്ല രീതിയിൽ കുത്തനെ ഉയരുന്നത്. ലാലേട്ടൻ തന്നെയാണ് അതിന്റെ മെയിൻ റീസൺ. പെട്ടെന്നൊരു ഹോസ്റ്റിലേക്ക് മാറി ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലാലേട്ടൻ ഹോസ്റ്റ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ലാലേട്ടൻ ഈ പറയുന്ന കണ്ടസ്റ്റൻസിനെ ടേക്ക് കെയർ ചെയ്യുന്നത് പോലെ മറ്റൊരു വ്യക്തിക്ക് പെട്ടെന്ന് അവിടെ റീപ്ലേസ് ചെയ്ത് വരാൻ പറ്റുമെന്നുള്ള കേസ് നമുക്കറിയില്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സീസണോട് ലാലേട്ടൻ ഉണ്ടാകും, അടുത്ത സീസണൊക്കെ ലാലേട്ടൻ ഉണ്ടാവും എന്നറിയില്ല. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സീസണിന്റെ എഗ്രിമെന്റ് അധികം വൈകാതെ തന്നെ ലാലേട്ടൻ സൈൻ ചെയ്യും എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. ബിഗ് ബോസ് മലയാളത്തിനെ ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്